This call is now being recorded. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ 6th മൊഡ്യൂളാണ് നമുക്കിത് നോക്കാനുള്ളത്. 6th മൊഡ്യൂൾ കുറച്ചൊരു വാസ്റ്റ് ടോപ്പിക് ആണ്. കുറച്ചധികം സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് 6th. കുറച്ചധികം ഇൻസ്ട്രുമെന്റ്സും എല്ലാം പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് ഈ 6th മൊഡ്യൂൾ എന്ന് പറയുന്നത്. 6th മൊഡ്യൂളിനെ ബേസിക്കലി നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5 പാർട്ട് ഉണ്ട് ആക്ച്വലി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പാർട്ട് വരുന്ന സ്ട്രെയിൻ മെഷർമെന്റ് ആണ്. ഓക്കെ, സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ മെഷർമെന്റ്. സെക്കൻഡ് പാർട്ട് വരുന്നത് അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സിനെ പറ്റി മെഷർ ചെയ്യുന്നതാണ്, ഫോഴ്സ് മെഷർമെന്റ്സ് ആണ്. തേർഡ് പാർട്ട് വരുന്നത് പിന്നെ ഫോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ടോർക്ക് മെഷർ ചെയ്യാനോ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. ഫോർത്ത് പാർട്ട് വരുന്നത് ആക്സിലറേഷൻ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ പാർട്ട് വരുന്നത് ടെമ്പറേച്ചർ മെഷർമെന്റ്സ്. സോ ഇൻ ടോട്ടൽ 5 സെക്ഷൻസ് ആയിട്ടാണ് 6th മൊഡ്യൂൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് വിൽ ബി സ്ട്രെയിൻ മെഷർമെന്റ്, സെക്കൻഡ് പാർട്ട് വിൽ ബി ഫോഴ്സ് മെഷർമെന്റ്, തേർഡ് വിൽ ബി ടോർക്ക്, ഫോർത്ത് ആക്സിലറേഷൻ ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ. സോ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കുറെ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുണ്ടാവും. സോ 6th മൊഡ്യൂൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ 6th മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. ഈ എല്ലാ സെക്ഷൻസിന്റെ അകത്തും ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഫോഴ്സ് മെഷർമെന്റ് ആയാലും സ്ട്രെയിൻ മെഷർമെന്റ്സ് ആയാലും ടോർക്ക് മെഷർമെന്റ്സ് ആയാലും there are different classifications of instruments corresponding to all these types. So അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഫിഗർ വെച്ചിട്ട് ഏത് ഫിഗർ ആണോ നിങ്ങൾ റെഫർ ചെയ്യുന്നത് ആ ഫിഗറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വർക്കിങ്ങും അതിന്റെ എന്തായിരിക്കും അതിന്റെ പ്രിൻസിപ്പിൾ എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഫിഗർ മാത്രം ഓർത്തു വെക്കേണ്ടി വരും. അപ്പൊ ഫിഗറിന്റെ ഒക്കെ കറക്റ്റ് ഇമേജ് മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൊഡ്യൂളൊക്കെ PPT ബേസിസിൽ എടുക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് മെഷർമെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. സ്ട്രെയിൻ എന്താണ്, സ്ട്രെസ് എന്താണ്, ഇതൊക്കെ അറിയുന്നതാണ്. നമ്മളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ അകത്തൊക്കെ പഠിച്ച സാധനങ്ങളായിരിക്കും. അതായത് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് is related to a force acting on a body. അല്ലെ, ഒരു ബോഡിന്റെ അകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് whenever a body is acted upon by force, it may be compression. നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, let us consider this as a body. Whenever we are applying force across the body, അപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദിസ് മെറ്റീരിയൽ വിൽ ബി ഹാവിങ് എ കംപ്രഷൻ, അല്ലെ, ഓർ ഇറ്റ് ടെൻസ് ടു കംപ്രസ്. ഇങ്ങനെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ either it will be having some compression or it tends to compress. നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മൾ നേരെ തിരിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ, മുകളിലേക്കാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ദിസ് ബോഡി വിൽ ബി ഹാവിങ് എ ടെൻഡൻസി ഫോർ ഇലോങ്ങേഷൻ ഓർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ മെഷർമെന്റ്സിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. സോ when a force or load is applied to a body, it undergoes some deformation. ആ ഡിഫോർമേഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പം പറഞ്ഞത്. ഒന്നിക്കൽ കംപ്രഷൻ ആവാം, or it may be either tension or it may be ഷിയർ, അല്ലെ, ഒരു മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള അവസ്ഥയും ആവാം, ഷിയർ പോലെ. സോ ഒന്നുകിൽ കംപ്രഷൻ, ടെൻഷൻ അല്ലെങ്കിൽ ഷിയർ ആവും. സോ ഈ ഒരു ഡിഫോർമേഷൻ, എന്ത് കംപ്രഷൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത് കുറഞ്ഞിട്ടുണ്ടാവും, ടെൻഷൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, ഷിയർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡിലേക്കുള്ള ലെങ്ത് ആയിരിക്കും കൂടിയിട്ടുണ്ടാവും. സോ ദിസ് ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഈസ് നോൺ ആസ് യൂണിറ്റ് സ്ട്രെയിൻ. അതായത് നമ്മൾ ആ ഡിഫോർമേഷൻ എത്രയാണോ നമുക്ക് കിട്ടിയ ചേഞ്ച്, അതായത് ഡെൽറ്റ എൽ ലെങ്ത്തിലാണ് വ്യത്യാസം വന്നെങ്കിൽ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത്, അതായത് അതിന്റെ മൊത്തം ലെങ്ത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയല്, സ്ട്രെയിൻ എന്ന് പറയല്, അല്ലെ. സോ സ്ട്രെയിൻ ഈസ്
basically the change in length divided by its original length. When a force is applied on a body, there are tendencies for changing of its length. So this change, what all change it has occurred, that change divided by the original length is known as strain. സോ നമുക്ക് സ്ട്രെയിൻ മെഷർമെന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. സ്ട്രെസ് നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. അതിന് പകരം നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഡിവൈഡ് ബൈ നമുക്ക് അപ്ലൈ ചെയ്ത സാധനത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ സ്ട്രെയിൻ മെഷർമെന്റ്സിനും നമുക്ക് ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. നമുക്ക് വേണ്ടതാ ഈ ചേഞ്ച് ഇൻ ലെങ്ത് ആദ്യം അറിയണം, എത്ര ചേഞ്ച് വന്നിട്ടുണ്ട് ലെങ്ത്തിന്. ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്കറിയാം അല്ലെ. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് വേണം. ആൻഡ് ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു ദ സ്ട്രെയിൻ മെഷർമെന്റ്സ്. സ്ട്രെസ് മെഷർമെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള എന്തായിരിക്കും നമുക്ക് അറിയേണ്ടത്, ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിൻ മെഷർമെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ് മെഷർമെന്റ്സിന് പകരം ഫോഴ്സ് മെഷർമെന്റ്സിലേക്ക് കടക്കുന്നു. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട എന്താ, ഫോഴ്സ് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. So in that case we will be measuring the measure, we will be dealing with the topic measurement of forces. Now we are concerned about the measurement of change in length divided by unit length, or thereby we call strain. ഇതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ഇക്വേഷൻസ് ആണ്. സ്ട്രെസ് മീൻസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ, സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. So the strain gauges are essentially employed for two different purposes. നമ്മൾ ഈ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എക്സിസ്റ്റിംഗ് അറ്റ് എ പോയിന്റ് ഓൺ എ ലോഡഡ് മെമ്പർ ഫോർ ക്യാരിയിങ് ഔട്ട് സ്ട്രെയിൻ അനാലിസിസ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത്, ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, അതായത് വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ദാറ്റ് ഇറ്റ് ഈസ് ഒക്കറിങ്. കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണോ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ടൈപ്പ് സ്ട്രെയിൻ ആണോ. So which all type of strain that the member is feeling, or അതിൻ്റെ അകത്ത് എന്താണ് ആ മെമ്പറിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ടു ആക്ട് ആസ് എ സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. പിന്നെ എന്താ ഉള്ളത്, ഒരു ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ. ട്രാൻസ്ഡ്യൂസർ നമുക്കറിയാം, നമുക്ക് കിട്ടിയ ഒരു യൂണിറ്റിനെ വേറൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എലമെന്റ് ആണ്. സോ ഈ സ്ട്രെയിൻ മെഷർമെന്റ്സിന്റെ അകത്ത് ഈ കാണുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്താ, സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ. നമ്മളെ വെയിങ് ബ്രിഡ്ജ് ഒക്കെ പോലത്തെ മെറ്റീരിയലിൻ്റെ അകത്ത് അവിടെയും ഇതേപോലത്തെ സാധനങ്ങൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെയിൻ മെഷർമെന്റ്സ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ വി ഷാൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ നമുക്കറിയാം സ്ട്രെയിൻ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു വലിയ ലെങ്ത്തിലായിരിക്കും ചിലപ്പം സ്ട്രെയിൻ മെഷർ ചെയ്യുന്നത് വിചാരിക്കും. ഒരു വലിയൊരു ഏരിയയിലേക്ക് ഒരു വലിയ ലെങ്ത്തിലുള്ള ഒരു സാധനത്തിന്റെ അകത്ത് അനുഭവപ്പെടുന്ന സ്ട്രെയിൻ ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഐ എം പ്രൊവൈഡിങ് ഹിയർ വിത്ത് എ ഫോഴ്സ്. ഓക്കെ, സോ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ whenever there is a change occurring, the change will be uniform throughout the entire material. അല്ലെ, ഒരു യൂണിഫോം മെറ്റീരിയൽ ആണെങ്കിൽ, ഒരു യൂണിഫോം ഡയമീറ്റർ ഉള്ള ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ബാധകമായിരിക്കും, ഈ എൻറ്റയർ ലെങ്ത്തിലും അത് ബാധകമായിരിക്കും. സോ ദെയർ ബൈ നമ്മൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നിങ്ങളെല്ലാവരും കണ്ട ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളുടെ ഡയൽ ഗേജ് പോലെ തന്നെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ UTM മെഷീൻസിന്റെ അകത്ത് നമ്മൾ ടെൻഷൻ അനാലിസിസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്ത അതേ മെഷീൻസിനെയാണ്, അതേ ആ ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ സ്ട്രെയിൻ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത് ഓർമ്മയുണ്ടോ? ആ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ മോൾ ഭാഗത്ത് ഒരു വലിയ ഇതുണ്ടാവും, താഴത്ത് വേറൊരു ചക്ക് ഉണ്ടാവും, ആൻഡ് ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ വർക്ക് പീസ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓൾസോ ഈ വർക്ക് പീസ് മാത്രമല്ല, നമ്മൾ ഇവിടെ വേറൊരു സാധനം കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രെയിൻ മെഷറിങ്ങിന്റെ ഒരു ഇൻസ്ട്രുമെന്റും കൂടി ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്. അതെന്തിനായിരുന്നു നമ്മൾ കണക്ട് ചെയ്തത്? നമ്മൾ ഓരോ പ്രാവശ്യം ലോഡ് കൊടുക്കുന്ന സമയത്ത് റീഡിങ് എടുക്കും.
അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ടോ നോക്കും, അഗെയിൻ നമ്മൾ ലോഡ് കൊടുക്കും, അഗെയിൻ നമ്മൾ ഡിഫ്ലക്ഷൻ നോക്കും. ഇങ്ങനെയായിരുന്നല്ലോ ആ പ്രോസസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ഈ പൊസിഷൻ്റെ അകത്ത് മാറ്റിയിട്ടുമില്ല. പക്ഷെ ഇവിടെ കിട്ടുന്ന ഇലോങ്ങേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എൻറ്റയർ ലെങ്ത്തിൽ മനസ്സിലാക്കിയെടുത്തത്. അതൊന്നും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ അരിയും എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പകരം എന്ത് ചെയ്താൽ മതി, 1-2 അരിമണി എടുത്തിട്ട് നമ്മൾ ഞെക്കി നോക്കും അത് വെന്തിനോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. 1-2 വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പറയും ആവറേജ് ആയിട്ട് നമ്മളെ ചോറ് ഏകദേശം വെന്തോ ഇല്ലയോ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രെയിൻ മെഷർമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ലെങ്ത് ഒക്കെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എൻറ്റയർ ലെങ്ത് മെഷർ ചെയ്യേണ്ടി വരും അല്ലെ, മുകളിൽ തൊട്ട് താഴത്ത് വരെ നമ്മൾ മെഷർമെന്റ് ചെയ്യേണ്ടി വരും. സ്ട്രെയിൻ മെഷർമെന്റ്സിന് നമ്മൾ ചെറിയൊരു പാർട്ട് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക മൊത്തം എൻറ്റയർ ലെങ്ത്തിൽ ഇത് തന്നെ ആയിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ ഈ അരിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഈ ഒരു സ്ലൈഡിന്റെ അകത്ത് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഓവർ ഷോർട്ടസ്റ്റ് ഗേജ് ലെങ്ത്. നമുക്ക് കാണാൻ പറ്റുന്ന ആ ലെങ്ത്തിന്റെ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഗേജ് ലെങ്ത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രെയിൻ മെഷർമെന്റ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദ ചേഞ്ച് ഇൻ ലെങ്ത് മെഷേർഡ് ഓവർ എ ഫൈനൈറ്റ് ലെങ്ത്, നമ്മൾ വിചാരിച്ച ആ ഒരു ചെറിയ ലെങ്ത്തിൽ does not give the value of strain at a fixed point but rather gives average strain over the entire length. അതായത് നമ്മൾ എടുക്കുന്ന ലെങ്ത്തിലുള്ള ചെറിയൊരു സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് എന്തിന്റെ മാത്രമല്ല ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രം സംഭവിച്ചതല്ല, അത് എൻറ്റയർ ലെങ്ത്തിൽ വന്ന ഒരു മെഷർമെന്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ആവറേജ് സ്ട്രെയിൻ ഓവർ ദ എൻറ്റയർ ലെങ്ത്. ആ മൊത്തം ലെങ്ത് എടുത്ത ഏകദേശം അവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അതാണ് സ്ട്രെയിൻ മെഷർമെന്റ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത. നമ്മൾ അരി വെന്തിനോ നോക്കുന്ന സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ അകത്ത് എല്ലാവരും ചെയ്ത കാര്യമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും അതിൻ്റെ അകത്ത് കണ്ണ് പോവാണ്ട് വന്നിട്ടുണ്ടാവില്ല. ആ ഒരു ഡയൽ ഗേജ് അവിടെ വെക്കുന്നത്, സ്ട്രെയിൻ മെഷറിങ് ഡയൽ ഗേജ് നമ്മൾ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കണക്ക് കൂട്ടുന്നത്. ഓൾസോ നമുക്ക് ഇവിടെ കിട്ടിയ ലെങ്ത് വെച്ചാൽ നമ്മളെ കണ്ണിനെ കൊണ്ട് ശരിക്കും കാണാൻ പറ്റാത്ത ഒരു ലെങ്ത് ഡിഫറൻസ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് ഡയൽ ഗേജ് കൃത്യമായിട്ട് അത് വലുതാക്കിയിട്ട് കാണിച്ചിരുന്നുണ്ട് അല്ലെ. നമ്മൾ ഡയൽ ഗേജിന്റെ അകത്ത് ഒരു റീഡിങ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെ തന്നെ നമ്മൾ ആ മെറ്റീരിയലിനെയാണ് സൂക്ഷിച്ചു നോക്കുന്നതെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് ചിലപ്പോൾ അത് കാണാൻ പറ്റിയെന്ന് വരില്ല, അവിടെ ചേഞ്ച് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും, ഈ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിന്റെ അകത്ത്, കാരണം സ്മോൾ ചേഞ്ചസ് ആണ് ഇവിടെ ഒക്കർ ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ അല്ലെ മൈന്യൂട്ട് ചേഞ്ചസ്, വി നീഡ് എ മാഗ്നിഫിക്കേഷൻ സിസ്റ്റം. ദർ ഈസ് എൻ requirement for magnification system that is inbuilt on the equipment. ഓക്കെ, എന്നാലേ നമുക്ക് ഈ ചെറിയൊരു ചേഞ്ച്, നമ്മളെ മനുഷ്യന്മാരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചേഞ്ച് നമുക്ക് ഡയൽ ഗേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി സം മാഗ്നിഫിക്കേഷൻ അറേഞ്ച്മെന്റ് ഇൻസൈഡ് ദ സ്ട്രെയിൻ ഗേജ്. ഓക്കെ, അപ്പം ഇത്രയാണ് സ്ട്രെയിൻ ഗേജിനെ പറ്റി ഇൻ ജനറൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. Another one is the classification. The main classification is basically upon two different parameters, that is mechanical strain gauge and electrical strain gauge. So mechanical നമുക്ക് പേര് തന്നെ അറിയാം എന്താണ്. മെക്കാനിക്കൽ മീൻസ് ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ കറണ്ട് കൊടുക്കേണ്ടതോ അങ്ങനെ എക്സ്റ്റേണൽ പവർ കൊടുക്കേണ്ട സോഴ്സസോ ഒന്നും ഉണ്ടാവില്ല. It works on mainly the principle of mechanical theories. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മളുടെ ഡയൽ ഗേജ് തന്നെ. ഡയൽ ഗേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് എ പ്ലഞ്ചർ, ഓക്കെ, സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗിയർ ഒക്കെ ഉണ്ട്. നമ്മൾ ഡയൽ ഗേജിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചതാണ്. സോ ഇത് ഇവിടെ ഒരു ചെറിയ ചേഞ്ചസ് വരുന്ന സമയത്ത് ഇവിടുത്തെ ഗിയർ റൊട്ടേറ്റ് ആവും. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ നീഡില് നമുക്ക് ഇൻഡിക്കേഷൻ കാണിച്ചു തരും, റാക്ക് ആൻഡ് പിനിയൻ മെത്തേഡ് ഒക്കെ വെച്ചിട്ട്. സോ പ്യുവർലി എ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് എന്താണ് ഈ ഒരു ടൈപ്പ് നമ്മൾ ഡയൽ ഗേജ് പറഞ്ഞ പോലെ തന്നെ. നേരെ മറിച്ച് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ്, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫിസിക്സ് ലാബിൽ. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫിസിക്സ് ലാബിൽ നിങ്ങൾ സ്ട്രെയിൻ ഗേജ്, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജും നിങ്ങൾ കണ്ടതാണ്. ഒരു ചെറിയൊരു ചിപ്പ് പോലത്തെ സാധനം,
ചെറിയൊരു സാധനം, രണ്ട് വയർ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടോ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ പാറ്റേൺ ഒക്കെ ഉണ്ടാവും വയറിന്റെ. സോ ഇതാണ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജും വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് ആൻഡ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ്. ദാറ്റ് ഈസ് ആദ്യം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ഹിസ്റ്ററി ഒക്കെയാണ്. സോ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് പ്രത്യേകം നോക്കാം. ഹിയർ ദ സ്ട്രെയിൻ ഒബ്റ്റൈൻഡ് ഈസ് മാഗ്നിഫൈഡ് ബൈ എംപ്ലോയിങ് മെക്കാനിക്കൽ മീൻസ്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു മാഗ്നിഫിക്കേഷൻ സിസ്റ്റം വേണം. Here the magnification system is employed within mechanical means. No other electrical equipments or amplifier or such devices are used here. എല്ലാ സാധനങ്ങളും എന്താ മെക്കാനിക്കൽ മീൻസ് ആണ്. എന്നുവെച്ചാൽ നമ്മളെ റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ്, ഗിയർ സെറ്റപ്പ്, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ചേഞ്ചിനെ വലുതാക്കിയിട്ട് കാണിച്ചിരുന്നത്. അതാണ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസിന്റെ പ്രത്യേകത. അതായത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്താ, ലിവർ സിസ്റ്റം are employed for amplifying the displacement measured over gauge length. So here the lever system is used. അല്ലെങ്കിൽ നമ്മളെ റാക്ക് ആൻഡ് പിനിയൻ മൂവ്മെന്റ് ഒക്കെ അതും വെച്ച് അതിൻ്റെ അകത്തൊരു ഗിയർ ഇതൊക്കെ ഉള്ളതാണ് നമ്മളുടെ ഈ ലിവർ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് കംപ്രൈസസ് 2 ഗേജ് പോയിന്റ്സ്. മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ചിത്രം വരച്ച സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ അതിന്റെ പ്രത്യേകത ഉണ്ടായത്, നമ്മൾ ഡയൽ ഗേജിന്റെ ഡയൽ ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിവിടെ 2 സ്റ്റെമ്മ് വരച്ചിട്ടുണ്ടായിരുന്നു, 2 പോയിന്റർ നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ അകത്താണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചെങ്കിൽ ഈ 2 പോയിന്ററിന്റെ പർപ്പസ് എന്തായിരിക്കും, ഈ സ്ട്രെയിൻ ഗേജിന്റെ 2 പോയിന്റർ ഉണ്ടാവും ഇനി ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഒന്നിന്റെ പ്രത്യേകത വെച്ചാൽ ഫിക്സഡ് ആയിരിക്കും, ഇറ്റ് ഡസ് നോട്ട് മൂവ്. ഓക്കെ, നേരെ മറിച്ച് നെക്സ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് എന്താ, അത് അവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഹാവിങ് എ പ്രൊവിഷൻ ഫോർ ദ മൂവ്മെന്റ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ്. ദിസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദിസ് ആം ഈസ് കോസിങ് ദ ഡയൽ ടു റൊട്ടേറ്റ് ഓർ ഇൻഡിക്കേറ്റ് ദ നമുക്ക് വേണ്ട വാല്യൂസ് അല്ലെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും we are using this type of arrangement. That is, one will be fixed and other will be movable. അപ്പൊ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് കംപ്രൈസസ് 2 ഗേജ് പോയിന്റ്സ്. 2 പോയിന്റ്സ് ആണുള്ളത്. വൺ ഈസ് എ ഫിക്സഡ് പോയിന്റ്. ഒരു ആം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, നമ്മളുടെ മെഷീന്റെ സ്ട്രക്ചറിനോട് കൂടി തന്നെ, മെഷീൻ അല്ല നമ്മളുടെ ഡയൽ ഗേജിന്റെ സ്ട്രക്ചറിൽ തന്നെ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ദ അതർ ഈസ് കണക്റ്റഡ് ടു ദ മാഗ്നിഫൈങ് ലിവർ. മറ്റേതിനെയാണ് നമ്മൾ മാഗ്നിഫൈങ് ലിവർ നമ്മൾ ഇവിടുത്തെ ഡയലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതിനെന്തെങ്കിലും മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലിവർ ഓൾസോ വിൽ ഗെറ്റ് റൊട്ടേറ്റഡ്. ഓക്കെ, സോ അതാണ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസിന്റെ പ്രത്യേകത. ഒന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും, മറ്റേത് മൂവബിൾ ആയിരിക്കും. ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് കോസ്റ്റ് ഈസ് മാഗ്നിഫൈഡ് ബൈ ദ ലിവർ. ഡിസ്പ്ലേസ്മെന്റ് ചെയ്തത് മാഗ്നിഫൈ ചെയ്യുന്ന ആരാണ്, ഞാൻ ഇപ്പം പറഞ്ഞു, നമ്മളെ മൂവ് ചെയ്യുന്ന ലിവർ, ഈ കാണുന്ന ലിവർ തന്നെ, അതാണ് മൂവ് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡയൽ ഇൻഡിക്കേറ്റർ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെ നമ്മളുടെ ഡയൽ ഇൻഡിക്കേറ്റർ. സോ അത് ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ഇൻസ്ട്രുമെന്റ് ആണ്, കാണാത്തതിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. സ്ട്രെയിൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ദ മെഷേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓവർ ഗേജ് ലെങ്ത്. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, നമുക്ക് ഇപ്പം കിട്ടിയ റീഡിങ് അതായിരിക്കുമല്ലോ ചേഞ്ച് ഇൻ ലെങ്ത്. സോ നമുക്ക് ആ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടിയ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓവർ ദ ഗേജ് ലെങ്ത്, മൊത്തത്തിലുള്ള നമ്മളുടെ മെഷീന്റെ ആ എക്യുപ്മെന്റിന്റെ ലെങ്ത്, അതായത് ആ മെറ്റീരിയലിന്റെ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഒബ്റ്റൈനിങ് അവർ സ്ട്രെയിൻ. ഓക്കെ, സോ ഇതാണ് സ്ട്രെയിൻ മെഷർമെന്റ്സ് യൂസിങ് മെക്കാനിക്കൽ സിസ്റ്റം. ആൻഡ് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇതിന് എക്സ്റ്റേണൽ പവർ സോഴ്സ്, ദർ ഇസ് നോ റിക്വയർമെന്റ് ഫോർ എക്സ്റ്റേണൽ ഓർ ഓക്സിലറി പവർ സോഴ്സ് ഓർ എനി അതർ എക്യുപ്മെന്റ്സ്. ഈ ഒരു സാധനത്തിന് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് തന്നെ മതി.
ഇതിന് വേറെ എക്സ്റ്റേണൽ ആയിട്ട് പവർ സോഴ്സും ആവശ്യമില്ല, കണക്റ്റഡ് ആയിട്ടുള്ള വേറെ പല എക്യുപ്മെന്റ്സിന്റെ ആവശ്യമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആംപ്ലിഫയറും അങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള പല പല ഡിവൈസസും അതിന്റെ കൂടെ തന്നെ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സാധനം നമുക്ക് ചിലപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വേണ്ടി വരും. വിൽ ബി ഇൻ നീഡ് ഫോർ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഓർ ബാറ്ററി. ഓക്കെ, ഒന്നിക്കൽ AC സോഴ്സ് ആവാം, അല്ലെങ്കിൽ ബാറ്ററി DC സോഴ്സ് ആവാം. എന്തായാലും നമുക്ക് ഇലക്ട്രിക്കൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കുറെ ആഡംബരങ്ങൾ ഇതിന്റെ കൂടെ വെക്കേണ്ടി വരും. നേരെ കുറച്ച് മെക്കാനിക്കൽ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും എന്തുണ്ട്, ഈ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സെൻസിറ്റിവിറ്റി, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെൻസിറ്റിവിറ്റിയിൽ ചെറിയൊരു കുറവുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് മൊത്തത്തിലുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അതേപടി ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടണം എന്നില്ല. അതിന്റെ ആ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇലക്ട്രിക്കൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റും നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള റീഡിങ്ങും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് തരുന്നതും സ്പീഡ് ഓഫ് റെസ്പോൺസ് കൂടുതലും ഒക്കെ ആയിരിക്കും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനായിരിക്കും. സോ അതാണ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ്. And we shall move on to the next topic. ഡിസഡ്വാൻറ്റേജസ്. അതാണ് ഞാനിപ്പോ പറഞ്ഞു തീർത്തത്. അതായത് ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ, സ്പീഡ് ഓഫ് റെസ്പോൺസ് ഈസ് സ്ലോ അല്ലെ. കാരണം പല പല മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇനേർഷ്യയും ഫ്രിക്ഷനും ഒക്കെ കാരണം നമുക്ക് കിട്ടുന്ന സ്പീഡ് ഓഫ് റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും. ആൻഡ് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ദ റീഡിംഗ് ഈസ് നോട്ട് പോസിബിൾ. അത് റീഡിംഗ് നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഉണ്ടാവില്ല. ഓൾസോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡൈനാമിക് സ്ട്രെയിൻ മെഷർമെന്റ്സ്. ഈ ഒരു സാധനം നമുക്ക് എന്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല, ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെയിൻ, അതായത് പെട്ടെന്ന് വേരി ചെയ്യുന്ന സ്ട്രെയിനിന്റെ മെഷർമെന്റ്സിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കേണ്ടി വരും ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എപ്പോഴാണ് സ്ട്രെയിൻ ചേഞ്ച് വരുന്നത് അതൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. സോ ഡൈനാമിക് ഓർ വേരിയിങ് സ്ട്രെയിനിന്റെ കേസിൽ നമുക്ക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതിനെന്താ, മെയിൻ ആയിട്ട് മെമ്മറി എന്ന് പറഞ്ഞ സാധനം ഇല്ല, മെമ്മറി പോയിന്റ് ഇല്ല. നേരെ മറിച്ച് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ മില്ലി സെക്കൻഡ്സിന്റെ അകത്തും ഇതിന്റെ റീഡിങ് എന്താണോ വരുന്നത് അത് നോട്ട് ചെയ്യണമെന്ന് കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമ്മൾ വിച്ച് ഓൾ റീഡിങ് വി ഹാവ് ടേക്കിംഗ് നമുക്ക് അതിന്റെ ആ റീഡിങ്സ് ഒക്കെ ഏത് ഇൻസ്റ്റന്റിലാണോ എടുക്കുന്നത് അത് മൊത്തം നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. സോ ഇതാണ് disadvantages of mechanical strain gauges. Next is mechanical strain gauges ആ ഒറ്റ ടൈപ്പേ ഉള്ളൂ, നമ്മൾ ഇവിടെ പഠിച്ച ടൈപ്പ് തന്നെ. നെക്സ്റ്റ് ഈസ് electrical strain gauges. Here the term itself indicates that it requires an external source of power supply. അതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. So in electrical strain gauge a change in strain produces a change in some electrical characteristics. എന്താ സംഭവിക്കുന്നത്, സ്ട്രെയിനിന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ മെറ്റീരിയലിന്റെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി മാറ്റിയിട്ടായിരിക്കും നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ ട്രാൻസ്ഡ്യൂസറിന്റെ അകത്ത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം ടൈപ്പ് തന്നെ ഇവിടുത്തെ സ്ട്രെയിൻ ഗേജസും. എയ്തർ ഇറ്റ് മേ ബി ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വരും. കാരണം എന്ന് വെച്ചാൽ എന്താ, ഇതൊക്കെ ലെങ്ത്തുമായിട്ട് ഡിപ്പെൻഡഡ് ആവും അല്ലെ. കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഡൈഇലക്ട്രിക് മീഡിയം, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇടയിലുള്ള ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. ഓക്കെ, then area enclosed by this and also the distance or length separating the two plates. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കപ്പാസിറ്റൻസ് ഉള്ളത്. സോ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ചേഞ്ച് ഇൻ ലെങ്ത് വന്നു കഴിഞ്ഞാൽ there will be a change in capacitance and hence the corresponding reading can be noted easily. അഥവാ റെസിസ്റ്റൻസിന്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചോ, റെസിസ്റ്റൻസിന്റെ കേസിൽ നമുക്കറിയാം റെസിസ്റ്റർ നമ്മൾ വരക്കാൻ ഇങ്ങനെയാണ് അല്ലെ.
ഇതാണ് റെസിസ്റ്റർ ആർ എന്ന് പറയുന്നത്. റെസിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഹിയർ ഓൾസോ നമുക്കറിയാം ദർ ഇസ് എ ലെങ്ത്. ഓക്കെ, ലെങ്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വിൽ ബി ചേഞ്ച്ഡ്. സോ ഇൻ ബോത്ത് കേസസ് കപ്പാസിറ്റൻസ് ആയാലും റെസിസ്റ്റൻസ് ആയാലും ആൻഡ് ഓൾസോ ഇൻഡക്ടൻസ് ആയാലും, ഇൻഡക്ടൻസിന്റെ കേസിൽ ഇൻഡക്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ കോയിലിനെ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. കോയിലിന്റെ ഉള്ളിൽ നമ്മൾ ഒരു അയൺ ഓർ വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ ഓറിന്റെ ഡിസ്പ്ലേസ്മെന്റിന് അനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കട്ടാവും, ദർ ബൈ ഇൻഡക്ടൻസ് ഉണ്ടാവും. സോ ഈ ലെങ്ത്, കോറിന്റെ ലെങ്ത് എത്രത്തോളം നമ്മളെ കോയിലുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡക്ടൻസും വരുന്നത്. സോ എവറിത്തിങ് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ലെങ്ത്, ഈവൻ ഇഫ് വി കൺസിഡർ കപ്പാസിറ്റൻസ് ഓർ if we consider resistance or either we consider inductance property. All properties in either one case length ആയിട്ട് റിലേറ്റഡ് ആണ്. വേറെയും കേസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഡൈഇലക്ട്രിക് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ടു പ്ലേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വൺ പ്രോപ്പർട്ടി ഈസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ലെങ്ത്. നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഗേജസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, so magnification of the measured strain can be attained by employing an auxiliary equipment. നമുക്ക് എന്ത് നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ഡിവൈസിന്റെ അകത്ത് എല്ലാം ഒന്ന് തന്നെയായിരുന്നു. ബട്ട് ഇൻ കേസ് ഹിയർ magnification can be obtained by employing auxiliary equipment. Auxiliary equipment means an amplifier, simply an amplifier. നമുക്ക് കിട്ടുന്ന റീഡിങ്ങിനെ മാഗ്നിഫൈ ചെയ്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ആംപ്ലിഫയർ. Also thereby some connected devices are there, that is rectifier, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലെ. ഫിൽട്ടർ, റെക്ടിഫയർ, നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഫിൽറ്റേഴ്സ് ഉണ്ടാവും, റെക്ടിഫയർ ഉണ്ടാവും. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ പല പല സാധനങ്ങൾ, ഓക്സിലറി എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ടാവും. സോ നെക്സ്റ്റ് കാര്യം പറയുന്നത് the main advantages of measurement using electrical method are they are highly sensitive and ability to respond to dynamic strain. Electrical instruments എന്താണ്? ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കാട്ടിയും ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കും. ആൻഡ് പെട്ടെന്ന് നമുക്ക് റെസ്പോൺസും കിട്ടും. ദെയർബൈ നമുക്ക് വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഫോർ ഡൈനാമിക് സ്ട്രെയിൻ മെഷർമെന്റ്സ് ഓൾസോ, അതായത് വേരിയിങ് സ്ട്രെയിൻ മെഷർമെന്റ്സ്. നെക്സ്റ്റ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് they are simple in construction. മെക്കാനിക്കൽ പോലെ ഒരുപാട് എക്യുപ്മെന്റ്സ് ലിവറും കാര്യങ്ങളും ഒന്നും വേണ്ട. ഹിയർ ദ കൺസ്ട്രക്ഷൻ ഈസ് സിമ്പിൾ. അത് എന്തുകൊണ്ടാന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്ട്രെയിൻ ഗേജസ് ക്യാൻ ബി കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റീസ്. Strain gauges can be calibrated in terms of quantities such as force, displacement, pressure and acceleration. നമുക്ക് ഈ സ്ട്രെയിൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, പ്രഷർ അങ്ങനെ ഏത് സാധനത്തിലേക്കും കാലിബ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതായത് ഏത് ഇൻസ്ട്രുമെന്റിന്റെ അകത്തും നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് റോള് ആക്കിയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. ഏതിന്റെയൊക്കെ മെഷർമെന്റ്, ഡിസ്പ്ലേസ്മെന്റ് ആയാലും പ്രഷർ ആയാലും ആക്സിലറേഷൻ ആയാലും ഫോഴ്സ് ആയാലും വിച്ച് ഓൾ മെഷർമെന്റ് അത് മെഷർ ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ സ്ട്രെയിൻ ഗേജിനെ കൊണ്ടുവരാം, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്. പിന്നെ ദേ ആർ വെരി സെൻസിറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ലീനിയർ മെഷർമെന്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. നമുക്ക് ലെങ്ത് വൈസുള്ള മെഷർമെന്റ്സ് മെയിൻ ആയിട്ട് ഇത് നോക്കുന്നത് അല്ലെ. ദേ പ്രൊവൈഡ് ഗുഡ് ഔട്ട്പുട്ട് ഫോർ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് പർപ്പസ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമുക്കത് കാണാനായാലും കാണുന്ന വൃത്തിക്കായാലും അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന പർപ്പസിനായാലും ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നല്ല ഗുഡ് ഔട്ട്പുട്ട് ആണ് അതിൽ നിന്ന് കിട്ടുക. ഓൾസോ സ്ട്രെയിൻ ഗേജസ് ആർ ഇൻഎക്സ്പെൻസീവ് ആൻഡ് റിലയബിൾ. ഈ ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ് എന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, വളരെ ഇൻഎക്സ്പെൻസീവും നമുക്ക് പെട്ടെന്ന് റിലയബിൾ ആയിട്ടുള്ള ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്. And also in this electrical strain gauges there are basically two classification. Electrical strain gauges ne nammal main aayittu രണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അൺബോണ്ടഡ് ആൻഡ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ്. അതാണ് ലാസ്റ്റ് പറയുന്നത്. There are two type of resistance strain gauges, that is unbonded and bonded strain gauges.
അപ്പോൾ നമുക്ക് നോക്കാം ഒരു അൺബോണ്ടഡ് എന്തായിരിക്കും, ബോണ്ടഡ് എന്തായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജസ് ആണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള രണ്ട് സെയിം തന്നെ ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസിന്റെ ഒരു പാർട്ടാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. സോ അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് അൺബോണ്ടഡ് ആൻഡ് ബോണ്ടഡ്. സോ ഇൻ ഈച്ച് കേസ് എന്താ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് നോക്കിയ ചിത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ദർ ആർ ടു പ്ലേറ്റ്സ്. അപ്പൊ കൺസിഡർ ദിസ് ആസ് വൺ പ്ലേറ്റ്. ഞാൻ ഇപ്പൊ ഈ വരക്കുന്ന ഈ ഒരു ബോർഡർ കാണുന്ന റെക്ടാങ്കുലർ പ്ലേറ്റ്, ദിസ് പ്ലേറ്റ് ഹാസ് ആൻ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ്സ് സെന്റർ പാർട്ട് ഈസ് ഹോൾ, അല്ലെ, സെന്റർ പാർട്ട് ഹോൾ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദ അനദർ പ്ലേറ്റ് ഈസ് ദിസ് പ്ലേറ്റ്. ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന പ്ലേറ്റ് ആണ് അനദർ പ്ലേറ്റ്. സോ ടു പ്ലേറ്റ്സ് ആർ ദർ ആൻഡ് ഇൻ ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ദർ ഈസ് എൻ എയർ ഗ്യാപ്പ്. പ്ലേറ്റ് ആണ്, നേരെ പ്ലേറ്റ്, നമ്മളെ ബ്ലേഡ് പോലത്തെ സാധനം, രണ്ട് ബ്ലേഡ് പോലത്തെ സാധനം. ഒരു ബ്ലേഡിന്റെ നമ്മൾ നടുഭാഗം മുറിച്ചു എന്ന് വിചാരിക്കുക, മറ്റേ ബ്ലേഡിന്റെ നമ്മൾ പുറം ഭാഗം മുറിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ സെയിം ടൈപ്പിലാണ് ഉണ്ടാവുക. അൺബോണ്ടഡ് ആണ്. അൺബോണ്ടഡ് എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ബോണ്ടഡ് എന്ന് വെച്ചാൽ രണ്ടാളും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നർത്ഥം. ഇവിടെ വെച്ചാൽ അൺബോണ്ടഡ് ആണ്, രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധമില്ല. ആൻഡ് ഓൾസോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത സാധനം നോക്കിയോ, 4 വയേഴ്സ് വി ആർ യൂസിങ്, ദാറ്റ് ഈസ് R1. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മളെ ഈ പ്ലേറ്റും ആൻഡ് ഔട്ടർ പ്ലേറ്റും തമ്മിൽ ഒരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. R1, ദെൻ R2 ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ R3 ആൻഡ് ലാസ്റ്റ് R4. 4 റെസിസ്റ്റൻസ് ആർ ദർ. ഓക്കെ, ദാറ്റ് മീൻസ് എന്തോ റെസിസ്റ്റൻസ് വെച്ചിട്ട് 4 റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം, അല്ലെ, അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രോപ്പർട്ടി ഓർ പ്രത്യേകത എന്താ, അതായത് നമ്മളിപ്പോ കണക്ട് ചെയ്ത R1 നോക്കിയേ, R1 ഇവിടെയുണ്ട്, R2 എവിടെയുണ്ട്, നേരെ അപ്പുറത്തെ സൈഡ്. ഓക്കെ, R1 R3 ആണ് ഒരേ സൈഡിലുള്ളത്. സോ R1 ആൻഡ് R1 ഇപ്പുറം ഒരേ ലെങ്ത്തിൽ കാണുന്നത് R1 R4. സോ R1 ആൻഡ് R4 നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു ഒരേ സൈഡിലേക്ക്. നെക്സ്റ്റ് ബോട്ടം പോർഷനിൽ R2 ആൻഡ് R3 കണക്ട് ചെയ്തു. ഇതിനെ നമ്മൾ ബോണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് എ പൊട്ടൻഷ്യോ ഒരു ഗാൽവനോമീറ്റർ ഈസ് പ്രൊവൈഡഡ് ഓവർ ഹിയർ. ഗാൽവനോമീറ്റർ ആണിത്. ഓക്കെ, ഇൻ ഓർഡർ ടു മെഷർ ഇഫ് എനി കറണ്ട് ഫ്ലോ ഈസ് ഒക്കറിങ് ഓർ നോട്ട്, കറണ്ട് ഇതുവഴി പോകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ഹാവ് എ പവർ സോഴ്സ്. അപ്പൊ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പറയുന്നത് എന്താ, whenever this R1, R2, R3 and R4 are in relation to each other, എങ്ങനത്തെ റിലേഷൻ, R1 divided by R4, അതായത് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത സാധനം ഈക്വൽ ടു R2 divided by R3 ആയിരിക്കും. ഓക്കെ, ബാലൻസ്ഡ് സ്റ്റേജിൽ whenever there is any change in any of the resistance, ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ this property will be lost and here a current flow will obtain. ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, thereby നമുക്ക് ഗാൽവനോമീറ്ററിന്റെ അത് റീഡിങ് കിട്ടും. സോ ഈ സെയിം പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ കണക്ട് ചെയ്ത് വെച്ച രീതിയെ ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മളെല്ലാം ഈ പുറത്തുള്ളതും അകത്തുള്ളതും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് 4 വയറുകൾ മാത്രം വെച്ചിട്ടാണ്. നമ്മൾ ഈ എൻറ്റയർ സ്ട്രെയിൻ ഗേജ്, അതായത് ഒരു ബ്ലേഡിന്റെ വലുപ്പമുള്ള സ്ട്രെയിൻ ഗേജ് ആണെന്ന് വിചാരിക്കാം. ഇതെടുത്തിട്ട് ഞാനൊരു ഇത്രയും വലിയ പീസിന്റെ അകത്ത് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, എന്നിട്ട് ആ പീസിനാണ് ഞാൻ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പീസിനെ ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ബ്ലേഡ് പോലത്തെ പീസിന്റെ അകത്തുള്ള വയേഴ്സ് ഉണ്ടാവും. വയേഴ്സ് ഒന്നുകിൽ ടെൻഷൻ അനുഭവപ്പെടാൻ തുടങ്ങും, thereby അതിന്റെ ലെങ്ത് ചേഞ്ച് ആവാൻ തുടങ്ങും. ഓക്കെ, ആ കറസ്പോണ്ടിങ് ലെങ്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ നേരത്തെ പറഞ്ഞ 0 എന്ന് പറഞ്ഞ സെറ്റ് ചെയ്ത ബ്രിഡ്ജ് ഫെയിൽ ആവും. thereby എന്തെങ്കിലും കറണ്ട് ഫ്ലോ ഇവിടെ ഗാൽവനോമീറ്ററിൽ കാണിക്കും. ഈ ഗാൽവനോമീറ്റർ കാണിച്ച കറണ്ട് ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം ലെങ്ത് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കാലിബ്രേറ്റ് ചെയ്തിട്ട് പറയുന്നത്. സോ ഇതാണ്
അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ്. നമ്മളുടെ രണ്ട് പ്ലേറ്റ് ആണ് ഉള്ളത്, രണ്ട് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? 4 വയറ് മാത്രമാണ് ഇത് തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഏതാണോ മെഷർ ചെയ്യുന്നത്, ഞാനിപ്പോ ഈ ഒരു ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തു, എന്നിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്ട്രെസ് എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ നമ്മളുടെ ഈ ഇൻസ്ട്രുമെന്റിനെ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാണാൻ? അത് 2 പ്ലേറ്റ് ആയിരുന്നു, 2 പ്ലേറ്റിൻ്റെ അകത്ത് കുറെ വയറുകളുണ്ട്, ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ എൻറ്റയർ മെറ്റീരിയലിന്റെ ലെങ്ത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വയർ എന്താവും? സ്ട്രെച്ച് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ കംപ്രസ് ആവാൻ തുടങ്ങും. ദെയർബൈ ഇവിടെ നമുക്ക് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ എന്തെങ്കിലും എഫക്റ്റ് കാണിക്കും, കറണ്ട് ഫ്ലോ വരും. കറണ്ട് ഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് പറയും ഇതാണ് ഇന്ന് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്രത്തോളം സ്ട്രെയിൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കാലിബ്രേഷൻ പ്രോസസ്സിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അൺബോണ്ടഡ് വെച്ചിട്ട് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം.